ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. നമ്മൾ ചർമ്മ സംരക്ഷണം അല്ലെങ്കിൽ സ്കിൻ കെയർ എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ പറയുന്നത് ഒക്കെ മുഖത്തെ ചർമ്മത്തിനെ മാത്രമാണ്. പക്ഷെ നമ്മളെ ബോഡിയെ മുഴുവനായി കവർ ചെയ്തിട്ടുള്ള നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ ഓർഗനായിട്ടുള്ള സ്കിന്നിനെ നമ്മൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. നമ്മുടെ ബോഡി മുഴുവനായിട്ട് ഇൻഫെക്ഷൻസ് എന്നൊക്കെ രക്ഷിക്കാനും നമ്മുടെ ബോഡി നല്ല ടാൻ ഫ്രീ ആയി നല്ലൊരു ഈവൻ ടോൺ ആവാനും ഒക്കെ സഹായിക്കുന്ന ഒരു ബാത്ത് പൗഡർ, ഒരു സ്നാനചൂർണം ആണ് ഇന്നത്തെ വീഡിയോ. സിദ്ധാർത്ഥക സ്നാനചൂർണം. ഇതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് വിശദമായിട്ട് നോക്കാം. ഈ സിദ്ധാർത്ഥക സ്നാനചൂർണം എന്ന് പറയുന്നത് ആയുർവേദത്തിലെ അഷ്ടാംഗ ഹൃദയത്തിൽ കുഷ്ഠചികിത്സയിലാണ് പറഞ്ഞിട്ടുള്ളത്. കുഷ്ഠചികിത്സ എന്ന് ആയുർവേദത്തിൽ പറയുന്നത് സ്കിൻ ഡിസോർഡേഴ്സിനെയാണ്. സ്കിന്നിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സയിലാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച്, ഈ ഒരു സ്നാനചൂർണത്തെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് പറയുന്നത് ഒന്ന് മുത്തങ്ങയാണ്, ത്രിബല അടങ്ങിയിട്ടുണ്ട്. ത്രിബല എന്ന് പറയുന്നത് കടുക്ക, താനിക്ക, അതുപോലെ നെല്ലിക്കയാണ്. ഇത് മൂന്നും നമ്മുടെ സ്കിന്നിന് ഇൻഫെക്ഷൻസ് ഒക്കെ വരാതിരിക്കാനും അതുപോലെ ചെറിയ ചെറിയ കുരുക്കൾ പോലുള്ള പ്രശ്നങ്ങൾ മാറാനും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ ഇതിൽ ഉങ്ങിൻ്റെ തൊലി അടങ്ങിയിട്ടുണ്ട്, അതുപോലെ നമ്മുടെ കൊന്നയുടെ തൊലി അടങ്ങിയിട്ടുണ്ട്, ഏഴിലം പാലയുണ്ട്, മലങ്കാരക്ക, കൊട്ടം, അതുപോലെ നമുക്ക് ഞാഴലൊക്കെ നമ്മുടെ സ്കിന്നിന് വളരെ ബെനിഫിഷ്യലാണ്. അതുപോലെ മരമഞ്ഞൾ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇതൊക്കെ ഈക്വൽ ക്വാണ്ടിറ്റി ഉണക്കി പൊടിച്ചിട്ടാണ് ഈ ഒരു സിദ്ധാർത്ഥക സ്നാനചൂർണം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു സ്നാനചൂർണം ഇനി ആർക്കൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള മിക്ക ഇൻഗ്രീഡിയൻസും ആൻറ്റി ബാക്ടീരിയൽ ആണ്, ആൻറ്റി ഫംഗലാണ്, അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അതായത് നമുക്കുണ്ടാവുന്ന ചെറിയ ചെറിയ ഇൻഫെക്ഷൻസ് തടയാനും അതുപോലെ സ്കിന്നിലുണ്ടാവുന്ന ചൊറിച്ചിൽ അലർജി പോലുള്ള പ്രശ്നങ്ങൾ മാറ്റാനും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ സ്കിന്നിൽ ചെറിയ ചെറിയ കുരുക്കൾ വരുന്നതൊക്കെ കുറക്കാൻ ഈ ഒരു സിദ്ധാർത്ഥക സ്നാനചൂർണം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇത് ഒരു സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡിസ്കളറേഷൻസ് ഒക്കെ മാറ്റി സ്കിൻ ടാനൊക്കെ റിമൂവ് ചെയ്ത് സ്കിന്നിന് നല്ലൊരു ഈവൻ ടോൺ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു ചൂർണം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചൊറി, ചിരങ്ങ്, കരപ്പൻ പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ഇതൊക്കെ കുറക്കാൻ സഹായിക്കും. പിന്നെ സ്കിൻ കണ്ടീഷൻസ് ആയിട്ടുള്ള സോറിയാസിസ്, എക്സിമ പോലുള്ള കണ്ടീഷൻസിലൊക്കെ ഈ ഒരു ചൂർണം കൊടുക്കാറുണ്ട്. അത് നമ്മൾ ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം അങ്ങനെയുള്ള അസുഖങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതല്ലാതെ നമുക്ക് സ്കിന്നിൽ വരുന്ന ചെറിയ ചെറിയ കുരുക്കൾ, ചൂടുകുരു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി സ്കിന്നെ നല്ല ഒരു ടെക്സ്ചർ കൊണ്ടുവരാനും നല്ല സ്മൂത്ത് ആക്കാനും നല്ലൊരു ബ്രൈറ്റൻ ആക്കാനും ഈ ഒരു സ്നാനചൂർണം സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ചെറിയ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ട് നമ്മുടെ സ്കിന്നിൽ നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനും ഇതുകൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത് നമ്മൾ ഇൻറ്റേർണലായിട്ടും കൊടുക്കാറുണ്ട്, പുറമേ തേച്ച് കുളിക്കാൻ മാത്രമല്ല. ഇത് ഇൻറ്റേർണലായിട്ട് ചില വിരേചനത്തിന് വേണ്ടി, വയറിളക്കി കളയാൻ വേണ്ടി, അല്ലെങ്കിൽ ഛർദ്ദിപ്പിച്ച് കളയാൻ വേണ്ടി, അതുപോലെ അനീമിയ പോലുള്ള കണ്ടീഷൻസിലൊക്കെ ഇത് അകത്തേക്ക് കൂടെ കൊടുക്കാറുണ്ട്. അപ്പോൾ എക്സ്റ്റേണൽ യൂസിന് നമുക്ക് സ്നാനചൂർണമായിട്ട്, അതായത് നമുക്ക് ഒരു ബാത്ത് പൗഡറായിട്ട് ഇത് നമുക്ക് ഡെയിലി ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി നല്ലൊരു ബ്രൈറ്റൻ ആയിട്ടുള്ള ഒരു ഗ്ലോ ഉള്ള സ്കിൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഈവൻ ടോൺ ആയിട്ടുള്ള സ്കിൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നത് മൂലം പറ്റും. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിത് സോപ്പിന് പകരമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഡെയിലി കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. നല്ലൊരു മണമാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി ഒരു ബാത്ത് പൗഡറായിട്ട് ഇത് നമുക്ക് സാധാരണ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ബോഡി ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് കുളിക്കാവുന്നതാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്കിത് ബോഡി ഒരു പാക്ക് പോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കഴുകിക്കളയാം, അങ്ങനെയും ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടാണ്, നമുക്കൊരാഴ്ചയിൽ ഒരു പ്രാവശ്യമേ പറ്റുള്ളൂ എങ്കിൽ ചിലപ്പോൾ സ്നാനചൂർണമൊക്കെ ഉപയോഗിച്ചിട്ട് ഡെയിലി കുളിക്കുക എന്നുള്ളത് അത്ര പോസിബിൾ ആയിരിക്കില്ല. ഇല്ലാത്തവർക്കൊക്കെ ചിലപ്പോൾ അത് പറ്റണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് നമുക്കിത് ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഉപയോഗിക്കാവുന്നതാണ്. അതല്ല എങ്കിൽ നമുക്കിതിട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിൽ കുളിക്കാവുന്നതുമാണ്. അപ്പോൾ ഇങ്ങനെ നമുക്കിത് ഉപയോഗിക്കാം. ഇനി ഇത് നമുക്ക് സാധാരണ വെള്ളത്തിൽ മിക്സ് ചെയ്താൽ മതി. ഇനി ഓയിലി സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ വെള്ളത്തിൽ അല്ലെങ്കിൽ റോസ് വാട്ടറിൽ മിക്സ് ചെയ്യാം. വളരെ ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കിത് പാൽ
പാൽപ്പാടയോടുകൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ഇടാം. അതല്ല എങ്കിൽ തൈരിൽ മിക്സ് ചെയ്യാം, മോരിൽ മിക്സ് ചെയ്യാം. ഇതൊക്കെ സ്കിന്നിന് നല്ല മോയ്സ്ചർ തരാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവർ ഇതിലൊക്കെ മിക്സ് ചെയ്തിട്ട് ഇടാവുന്നതാണ്. ഇനി പിമ്പിൾസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിലും ഇത് വളരെ നല്ലതാണ്. പിമ്പിൾസ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഒക്കെ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് പിമ്പിൾസ് ഒക്കെ കുറക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതൊരു ഫേസ് പാക്കായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. പിമ്പിൾസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ റോസ് വാട്ടറിൽ ഇത് ഇട്ടിട്ട് ഒരു പാക്കായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ബോഡി മുഴുവനായിട്ട് കഴുകാനും നമുക്ക് ഈ ഒരു പാക്ക് പോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ബോഡി മുഴുവനായിട്ട് കഴുകാനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്